ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ചാവടിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് അമറിനെയും പാത്തുവിനെയും ക്ലാസ്സിലൊക്കെ പോകാൻ വേണ്ടി അവർ റെഡി ആയിരിക്കണേണ്. പിന്നെ എന്താണ് ഗൈസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ? എന്താണ് അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്നലെ ഒന്ന് തകർപ്പനായിട്ട് മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ വള്ളത്തിൽ പോയി ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് നമുക്കിപ്പോൾ കുറച്ചായിട്ട് പണിയൊക്കെ കുറവാണ്. വള്ളക്കാർ പോയാലല്ലേ നമുക്ക് പണി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കുറച്ച് പണിയൊക്കെ കുറവാണ്. പിന്നെ എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. പണിയൊക്കെ ഉണ്ട് എല്ലാവർക്കും. മഴയും കാര്യങ്ങളായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പണിയൊക്കെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ പാത്തൂട്ടി റെഡി ആയിട്ടുണ്ട്. അവർക്ക് ഫ്രൈഡേ ഈ യൂണിഫോം അല്ല കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ടിട്ട് ഇന്നലെ ഒന്നും ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വെനസ്ഡേ യൂണിഫോമാണിത്. വെനസ്ഡേ യൂണിഫോം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കളർ ഡ്രസ്സ് ഇടുന്നേക്കാളും നല്ലതാണല്ലോ. വെനസ്ഡേ യൂണിഫോം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കണേണ്. എല്ലാവരും ചാവടി നാസ്താക്കലൊക്കെ കഴിഞ്ഞോ? ഞങ്ങളിന്നിവിടെ ചപ്പാത്തി മുട്ട റോസ്റ്റും ഉണ്ടാക്കി. കുട്ടികളിൽ ഫുഡൊക്കെ കഴിച്ച് ടിഫിൻ ബോക്സും എല്ലാം എടുത്തൊക്കെ വെച്ച് അവരെല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കണേണ്. ഇനി ഓട്ടോയ്ക്കാണ് ഇവർ പോകുന്നത് ക്ലാസ്സിലേക്ക്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ് കേട്ടോ രണ്ടുപേരും. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കണ കാര്യം ഇഷ്ടമല്ല. ഇവർക്ക് എത്രയും പെട്ടെന്ന് വണ്ടി കയറിക്കോളണം. അപ്പോൾ ഇന്ന് ഇച്ചിരി ഒരു 8:30 മണിയായപ്പോഴത്തേക്കും രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് രണ്ടുപേരും റെഡിയായി. അപ്പോൾ ഓട്ടോക്കാരനെയും കാത്ത് നിൽക്കുകയാണ്. പാത്തുമ്മ ചിരിക്കാനാണ് കേട്ടോ ഞാൻ പറയണ കേട്ടിട്ട്. അപ്പോൾ അവളെന്നോട് ചോദിക്കാനാണ്, ഉമ്മയല്ലേ പറഞ്ഞത് ഉമ്മയുടെ ശബ്ദം എടുത്തിട്ട് വീഡിയോ എടുക്കൂലെന്ന്, പിന്നെ ഉമ്മി എന്തിനാണ് ഇത് യൂട്യൂബിലിട്ടതെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഷോർട്സ് ആയിരുന്നു ഇട്ടിരുന്നേച്ചത്. അപ്പോൾ അവളെന്നോട് ചോദിക്കുക എന്തിനാ ഉമ്മയുടെ ശബ്ദം ഇടൂല എന്ന് പറഞ്ഞിട്ട് എന്താ ഇട്ടതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഓരോന്ന് ഇട്ടിട്ടല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണതും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒന്നിൽ നിന്ന് പഠിച്ചല്ലേ നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് അതിലൊന്നും ഇല്ല എന്നെനിക്കറിയാം. എന്നാലും രാവിലെ എൻ്റെയും കുട്ടികളുടെയും മോർണിംഗ് റൂട്ടീനാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ. ഞാൻ എഡിറ്റും ചെയ്തില്ല കേട്ടോ. വീഡിയോ ഇതാക്കി ഇട്ടത്. ഇനി പതുക്കെയാണ് അതൊക്കെ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എങ്ങനെ എഡിറ്റ് ചെയ്യണം, തമ്പലൈൻ എങ്ങനെ കൊടുക്കണം, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇൻഷാല്ലാ ഓരോന്ന് പോകെ എല്ലാം ഇൻഷാല്ലാ പഠിച്ച് വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാനപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. വെറുതെ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കാണലായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞാൻ എന്തുകൊണ്ട് എനിക്കൊരു ചാനൽ തുടങ്ങിക്കൂടാ എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ടിട്ടാണ് കഴിഞ്ഞ മാസം 12-ാം തീയതി ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്ത് അവരുടെ വീഡിയോയിലെല്ലാം കണ്ട് ഞാൻ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു 100%-ൽ 90% പേരും നമ്മൾ കടൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ പണിയും കാര്യങ്ങളും മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വള്ളം പോവില്ല, ബോട്ട് പോവില്ല. ഇപ്പം നിരോധനമല്ലേ, അപ്പോൾ ബോട്ട് പോവില്ല. അപ്പോഴൊക്കെ നമുക്ക് പണിയൊക്കെ ആകെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് കൂട്ടുകാരെ നിങ്ങളെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? മഴ ആയതുകൊണ്ട് ഈ പെയിൻറ്റ് പണിക്കാരും അവർക്കൊക്കെ പണിയൊക്കെ കുറവായിരിക്കും. മീൻകാർ മാത്രമല്ല അല്ലാതുള്ള ആൾക്കാർക്കും പണിയൊക്കെ കുറവായിരിക്കും. അപ്പം എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരെ വീടുകളിൽ സേഫായിട്ടിരിക്കുക. പിന്നെന്താ എല്ലാവരുടെ വിശേഷങ്ങൾ? ഓരോരുത്തരുടെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പമർമോനും പാത്തും ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്. നമുക്ക് ഇൻഷാല്ലാ നാളെ കാണാം. ബൈ ടാറ്റ കൊടുക്ക്. ബൈ.